ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ റമലാൻ സമ്മാനം കണ്ടില്ലേ? ഇതാണ്. എന്തേ നരേന്ദ്രമോദി അത് ചെയ്യാത്തത്? എന്താണ് വഖഫ് ബില്ല് ചെയ്യാത്തത്? മുസ്ലിങ്ങളെ ഏറെ പരിഗണിക്കുന്ന, മുസ്ലിങ്ങൾ ഹലാലായ സമ്പത്ത് കൊണ്ട് തിന്നാ മതി. ആരാധനാലയങ്ങളാണെങ്കിലും അതെ, ഹലാലായ മാർഗത്തിലൂടെ വെട്ടിപ്പിടിച്ചും കട്ടെടുത്തും തട്ടിയെടുത്തും കൊള്ളയടിച്ചെടുത്തുമല്ല നിങ്ങൾ ആരാധനകളും ആരാധനാലയങ്ങളും വർദ്ധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് എന്തായിരുന്നാലും വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിലാണ് ഒരു വഖഫ് ഗിഫ്റ്റ്, റമലാൻ ഗിഫ്റ്റ് വഖഫ് ഗിഫ്റ്റായി നരേന്ദ്രമോദി നൽകുന്നത്. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തിയ പുതുക്കിയ വഖഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. പുതുക്കിയ വഖഫ് ബില്ല് മാർച്ച് 2-ാം വാരം അവതരിപ്പിക്കും. JPC നൽകിയ ചില ശുപാർശകൾ കൂടി അംഗീകരിച്ചാണ് ബില്ല് പുതുക്കിയിരിക്കുന്നത്. കളക്ടർമാർക്ക് പകരം തർക്ക പരിഹാര ചുമതല മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകും. ഈ മാസം ഫെബ്രുവരി 19-ാം തീയതി നടന്ന യോഗത്തിലാണ് ബില്ലിലെ ഭേദഗതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഭേദഗതി ചെയ്ത ബില്ല് മാർച്ച് 10-ാം തീയതി സഭ വീണ്ടും സമ്മേളിക്കുമ്പോൾ അവതരിപ്പിക്കും. BJPയുടെ 22 ഭേദഗതികൾ അംഗീകരിച്ച JPC പ്രതിപക്ഷത്തിന്റെ 44 ഭേദഗതികൾ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. സംയുക്ത പാർലമെന്ററി കമ്മിറ്റി നിർദ്ദേശിച്ച 23 മാറ്റങ്ങളിൽ 14 മന്ത്രിസഭ അംഗീകരിച്ചു. പുതുക്കിയ ബില്ലിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ വഖഫ് ഭേദഗതി ബില്ല് ഒരിക്കലും മുസ്ലിങ്ങൾക്കിട്ട് താങ്ങുന്നതല്ല. മുസ്ലിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നൽകി സമ്പൂർണമായ വിധേയപ്പെടുത്താനുള്ള അവകാശവും നൽകിയ കോൺഗ്രസ് മന്ത്രിസഭ പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഈ ബില്ലിനെ കാണുക എന്നത് നരേന്ദ്രമോദി മന്ത്രിസഭയ്ക്ക് അറിയാം. കാരണം ഏതൊരു സ്വത്തും കൈ ചൂണ്ടിയെടുത്താൽ ഉടനെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. യാതൊരു റൈറ്റ്സും വേണ്ട, ഒരു പേപ്പറും വേണ്ട. അപ്പൊ അവര് വീണ്ടും ഇതില് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതിനെ എതിർക്കും. ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നു, കളക്ടർമാർക്ക് പകരം തർക്ക പരിഹാര ചുമതല മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകും. ഇതുവരെ അത് വഖഫ് ട്രൈബ്യൂണലാണ് ചെയ്തിരുന്നത്, ഇനി അത് നടക്കില്ല. 5 വർഷം പ്രകടമായി ഇസ്ലാം മതം ആചരിച്ചാലേ വഖഫ് സ്വത്ത് നൽകാൻ സാധിക്കൂ. അല്ലാതെ പെട്ടെന്ന് ഒരാളെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കഴുത്തില് സാധനവും വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് മര്യാദയ്ക്ക് കൊടുത്തോ എന്നുള്ള ഭീഷണികളൊന്നും നടക്കില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുക്കൾ വിജ്ഞാപനം ചെയ്ത് 2 വർഷം കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ കേസിന് പോകാം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി യോഗ്യരായ ആർക്കും വരാം. നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വത്തുക്കൾ വഖഫായി രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം നൽകണം. വഖഫ് സംബന്ധിച്ച് ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതും നിയമത്തിന്റെ പേരുമാറ്റുന്നതും അടക്കമുള്ള BJP അംഗങ്ങളുടെ 14 ഭേദഗതികൾ ചേർത്തുള്ളതാണ് പുതുക്കിയ ബില്ല്. പ്രതിപക്ഷാംഗങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു ബില്ല് JPCയിൽ അംഗീകരിച്ചത്. ഫെബ്രുവരി 13-ാം തീയതി BJP MP ജഗദാംബിക പാൽ നേതൃത്വം നൽകുന്ന JPC അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ്, DMK, TMC, AAP, ശിവസേന, UBT, മജ്ലിസ് പാർട്ടി അംഗങ്ങൾ ഇവരൊക്കെ നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളിയിട്ടായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചത്. 5 വർഷം പ്രകടമായി ഇസ്ലാം മതം ആചരിച്ചാൽ മാത്രമേ വഖഫിന് വേണ്ടി സ്വത്ത് നൽകാൻ സാധിക്കൂ എന്ന വ്യവസ്ഥ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വഖഫ് നിയമം എന്നത് ഉമീദ് അഥവാ യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നിയമപരമായി അവകാശമുള്ള ആൾക്ക് മാത്രമേ വഖഫിന് സ്വത്ത് കൈമാറാൻ സാധിക്കൂ. പണയം എടുത്തതൊന്നും കൊടുക്കാൻ പറ്റില്ല. വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. കള്ളനെ തന്നെ താക്കോലേൽപ്പിക്കുന്ന പരിപാടി ഇനി മുതൽ വേണ്ട. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ വഖഫ് ട്രൈബ്യൂണൽ തന്നെയാണ് ഈ സ്വത്ത് ഞങ്ങളുടേതാണ് എന്ന് ക്ലെയിം ചെയ്യുന്നത്. അവര് തന്നെയാണ് വിധികർത്താവായും വരുന്നതെങ്കിൽ ഒരിക്കലും അവർക്കെതിരെ അവർ വിധി പറയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെയായി
സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡേറ്റാബേസിലും അപ്ലോഡ് ചെയ്ത് ജനങ്ങൾ അത് അറിയണം. എന്തെങ്കിലും തരത്തിൽ ആക്ഷേപമുള്ളവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ സമീപിക്കാവുന്ന വകുപ്പുകളും എഴുതി ചേർത്തു. സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക ഇതുവരെ വിജ്ഞാപനം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുക്കൾ വിജ്ഞാപനം ചെയ്ത് 2 വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ കേസിന് പോകാം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി യോഗ്യതയുള്ള ആർക്കും വരാം എന്ന ഒരു തുറന്ന വാതിൽ വിജ്ഞാപനവും ഇതിലുണ്ട്. നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വത്തുക്കൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം നിർബന്ധമായിട്ടും നൽകേണ്ടതുണ്ട്. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. നിലവിൽ അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് കമ്പനിയാണ്, ബാക്കിയെല്ലാം കമ്പനിക്കാണ്. വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കും ഈ സ്വത്ത് വഖഫിന്റേതാണോ അതോ ഈ സ്വകാര്യ വ്യക്തിയുടേതാണോ എന്ന്. ഇനി അത് നടക്കും. നിലവിലുള്ള വഖഫ് ബോർഡിന്റെ നിയമങ്ങളിൽ നിന്ന് 14ഓളം വ്യത്യസ്തമായ മാറ്റങ്ങളാണ് ഈ ബില്ലിൽ പുതിയതായി നിഷ്കർഷിക്കപ്പെടുന്നത്. അതാണ് ഭേദഗതി ചെയ്ത നിയമം എന്ന് പറയാനും കാരണം. ഇസ്ലാമിക നിയമപ്രകാരം മതപരവും ജീവകാരുണ്യപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കു വേണ്ടി പടച്ചോന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് നിലവിൽ വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, പടച്ചോന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് ഒരു വസ്തു അള്ളാഹുവിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെടുന്നത്. ഒരു വ്യക്തി തടഞ്ഞു വെക്കുക, വിലക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നൊക്കെ അർത്ഥം വരുന്ന അറബി പദത്തിൽ നിന്നാണ് വഖഫ് എന്ന വാക്കിന്റെ ഉത്ഭവം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ശ്മശാനങ്ങൾ, പള്ളികൾ, ഷെൽട്ടർ ഹോമുകൾ എന്നിവയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് സാധാരണ ഭൂമി വഖഫ് ചെയ്യാറുള്ളത്. ഗുണഭോക്താക്കൾ മാറിയാലും ഒരു വസ്തു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൺസ് വഖഫ് ഓൾവേസ് വഖഫ്, പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. പടച്ചോന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ടത് എന്നും പടച്ചോന്റെ ഉടമസ്ഥാവകാശത്തിലായിരിക്കണം എന്നുമാണ് ചുരുക്കം. വഖഫ് വസ്തു പരിപാലിക്കുന്നത് ഒരു മുത്തവല്ലിയാണ്. എന്നാൽ മേൽനോട്ടക്കാരൻ എന്നതിനപ്പുറം മുത്തവല്ലിക്ക് വഖഫ് സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. 1954 കേന്ദ്ര സർക്കാർ വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് സ്വത്തുക്കളുടെ വിനിയോഗത്തിന് മേൽനോട്ടം വഹിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിലുകളും സ്ഥാപിക്കപ്പെട്ടു. ഈ നിയമം റദ്ദാക്കി 1995 വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ വഖഫ് നിയമം നടപ്പാക്കി. 2013 മറ്റൊരു ഭേദഗതി കൂടി വന്നു. ഈ ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ വഖഫിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഓരോ സംസ്ഥാനത്തിനും ഓരോ വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ, രേഖകൾ സൂക്ഷിക്കൽ, ഉപയോഗം, നിരീക്ഷിക്കൽ ജീവകാരുണ്യമാണ്. ഇതെല്ലാം വിനിയോഗത്തിന്റെ അടിസ്ഥാനം ജീവകാരുണ്യം മാത്രമായിരിക്കണം എന്ന് ഉറപ്പാക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വഖഫ് ബോർഡുകളുടെ ഉത്തരവാദിത്വമാണ്. വ്യക്തിഗത വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലികളെ നിയമിക്കുന്നതും വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡുകളുടെ മേൽനോട്ടവും ഏകോപനവും നിർവഹിക്കുന്ന കേന്ദ്ര സംവിധാനമാണ് വഖഫ് കൗൺസിൽ. വഖഫ് സ്വത്തുക്കളുടെ ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സാമൂഹ്യ ക്ഷേമത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക, വഖഫ് ബോർഡുകളുടെ ഏകോപനം, നയരൂപീകരണം, തർക്കപരിഹാരം തുടങ്ങിയതൊക്കെ ചെയ്യുന്നത് വഖഫ് കൗൺസിലിന്റെ ബാധ്യതയാണ്. കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബദൽ തർക്കപരിഹാര സംവിധാനമാണ് വഖഫ് ട്രൈബ്യൂണലുകൾ. ഓരോ സംസ്ഥാനത്തും ഓരോ ട്രൈബ്യൂണലുകൾ ഉണ്ടാകും. വഖഫ് ബോർഡ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തനം. സിവിൽ കോടതിക്കുള്ള അധികാരങ്ങൾ ട്രൈബ്യൂണലിനും ഉണ്ട്. ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമവും കക്ഷികൾക്ക് ബാധകവുമാണ്. ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 3 അംഗങ്ങൾ ഉണ്ടാകും. ചെയർപേഴ്സൺ ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. അതുപോലെ ക്ലാസ് 1 കുറയാത്ത റാങ്കുള്ള ജില്ലാ സെഷൻസ് സിവിൽ ജഡ്ജ്, സംസ്ഥാന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം നിയമത്തിലും നിയമശാസ്ത്രത്തിലും അറിവുള്ള ഒരു വ്യക്തി എന്നിവരാണ് ട്രൈബ്യൂണലിൽ ഉണ്ടാവുക. 1995 വഖഫ് നിയമത്തിലെ 44 വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതി. ഇത് വഖഫ് ബോർഡുകളുടെ അധികാര പരിധിയിലും സ്വത്ത് വിനിയോഗത്തിലും നിയന്ത്രണം ഉണ്ടാകും. അതായത് ഇപ്പോ റമദാനോടനുബന്ധിച്ചിട്ട് വഖഫ് സ്വത്തുക്കളൊക്കെ വെട്ടിപ്പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവർ കുറെ ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നിയമ ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ അതെല്ലാം വെള്ളത്തിലാകും എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് എന്തായിരുന്നാലും നരേന്ദ്രമോദി നരകത്തിന്റെ തീക്കട്ടയാണ്, വിറകുകൊള്ളിയാണ്, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളാണല്ലോ, കാഫിറാണ്. തന്നെയുമല്ല ബഹുദൈവ ആരാധന ചെയ്യുന്ന ആളാണ്, കുംഭമേളയിലൊക്കെ പോയി മുങ്ങിയിട്ട് വന്ന ആളാണ്. എന്തായിരുന്നാലും നരകത്തിന്റെ തീക്കട്ടയാണ്, തീക്കൊള്ളിയാണ്. അതുകൊണ്ട് തൽക്കാലം പുണ്യത്തിന്റെ പൂക്കാലമായ റമദാനിൽ മുസ്ലിങ്ങൾക്ക് ഒരു റമദാൻ ഗിഫ്റ്റ് കൂടി കൊടുത്തിട്ട് റമദാൻ തുടങ്ങാം എന്ന് നരേന്ദ്രമോദി വിചാരിച്ചാൽ അതിനകത്ത് തെറ്റില്ല. നന്ദി.